ഒരുപാട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. വിശേഷങ്ങൾ ഒരുപാടുണ്ട്. എന്തായാലും അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കുക. ഇസാക്ക പോയി. ഇസാക്കാക്ക് ഇപ്പോൾ ഞായറാഴ്ചകളിൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇസാക്ക പോവും. അങ്ങനെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കും. ഇസാക്കാക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങും. എന്നിട്ട് കുട്ടികളൊക്കെ എണീക്കുന്ന സമയത്ത് പതുക്കെ എണീക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു വല്ല ബ്രെഡോ ഉപ്പുമാവോ അങ്ങനെ എന്തായിരിക്കും ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ബ്രെഡും ന്യൂട്രല്ല ആകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ചായക്ക് കുറച്ച് രാഗി ഉണ്ടാക്കണം. ബ്രെഡ് ഇഷ്ടമാണ് അവന്, പക്ഷെ എന്നാലും ഞാൻ കുറച്ച് രാഗി ഉണ്ടാക്കി കൊടുക്കും. ഒരു ബ്രെഡൊക്കെ കൊടുക്കുള്ളൂ അവന്. ഞാനും ഇഷ്ടം എന്തായാലും ബ്രെഡും അതുപോലെ കുറച്ച് കോഫി ഉണ്ടാക്കണം. അപ്പോൾ അതും കൂടെ കഴിച്ചാൽ ഞങ്ങളുടെ വയറെന്തായാലും ഫില്ലാവും. അപ്പോൾ മക്കൾക്ക് വേഗം ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുകയാണ്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പണികൾ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കണമെങ്കിൽ വേഗം ഫുഡ് ആദ്യം അവർക്ക് ഒന്ന് വയറ്റിലെത്തിക്കണം. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് പറയാൻ, എനിക്കൊരു സന്തോഷം അറിയിക്കാനുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നുമല്ല, എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു 7-8 മാസമായി ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ദിവസം വീഡിയോസിനൊക്കെ ഒരു ഗ്യാപ്പ് വരാൻ കാരണം. ജോലിയിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റായി വരണം, നമ്മുടെ റൂട്ടീനൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനും എല്ലാം ഒന്ന് സെറ്റായി വരാൻ കുറച്ചൊരു ടൈം വേണമല്ലോ. ഇപ്പോൾ മക്കളാണെങ്കിലും ഡേ കെയറിൽ പോവുകയാണിപ്പോൾ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വരാൻ കാരണം. പിന്നെ സൺഡേസിൽ ഞാൻ മറ്റ് തിരക്കുകളായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പതുക്കെ കുറേശ്ശെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കാരണം ഇവിടെ AC-ക്ക് ചെറിയൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും കേട്ടോ.
അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കുറച്ച് പണികളുണ്ട്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മൺഡേ ടു സാറ്റർഡേ ഞാൻ അങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല, അടിച്ചു വാരും, അല്ലാതെ തുടക്കാറൊന്നുമില്ല. അപ്പോൾ സൺഡേ ആണ് മെയിനായിട്ട് ക്ലീനിങ്ങും ഒക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടണം, എന്നിട്ട് വേണം ബാക്കിയുള്ള പണികൾക്ക് നിൽക്കാൻ. ഇന്നത്തെ ദിവസം പിന്നെ സായി ഫുൾ ടൈം എൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് നേരം എടുക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മടിയിലിരുത്തണം, പിന്നെ ഞാൻ കുറച്ച് നേരം കളിക്കണം, അങ്ങനെ ഫുൾ ടൈം എൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പം ഞാൻ ഇടയ്ക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കും, പിന്നെ കുറച്ച് എൻ്റെ പണികളൊക്കെ നോക്കും, അങ്ങനെയാണ്. അപ്പോൾ ക്ലീനിങ്ങിന് നിൽക്കുന്നതിന് മുന്നേ തന്നെ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ കുറച്ചൊരാശ്വാസമായിരിക്കും. കാരണം അടുത്ത് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഇടാൻ സ്ഥലം വേണമല്ലോ. സായിക്കിപ്പോൾ ഈഷ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ ഞാൻ തോന്നുന്നു ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ ഡാൻസ് ചെയ്യുമ്പോൾ അവൻ കൂടെ നിന്ന് ഡാൻസ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരം സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു, തലേ ദിവസം ഉണ്ടാക്കി വെച്ച ചോറാണ്, അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വിട്ടുന്നുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുക. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം അങ്ങനെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി തലേ ദിവസത്തെ ചോറ് ഞാനൊന്ന് തിളപ്പിച്ച് വിട്ടാണ്. ഉച്ചക്കൽക്കുള്ള ഭക്ഷണം മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ, രാത്രികൾക്കുള്ള ഇനി വേറെ ഉണ്ടാക്കണം. കാരണം നാളെ ഇനിയിപ്പോൾ വീണ്ടും എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നാളെ രാവിലക്കും കൂടി ഉള്ളത് പ്ലാൻ ചെയ്തിട്ട് രാത്രി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇഷൻ്റെ തലയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് ചീകി എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. കാരണം ഒരാഴ്ചയായി അവളുടെ തലയിൽ ഞാൻ എന്തായാലും ശ്രദ്ധിക്കണില്ലല്ലോ. അപ്പോൾ തലയിലൊക്കെ ഒന്ന് മുടിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് അവൾ കുളിക്കാൻ പറഞ്ഞു വിടണം. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് സായി വന്നിട്ട് ഇരിക്കുക. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണത് കണ്ടാൽ അപ്പോൾ സായി മടി കയറിയിരിക്കും, പിന്നെ അവൻ്റെ തല കാണിച്ചു തരും. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ അവൻ്റെ തലയിലും തേക്കും. അതൊക്കെ കഴിഞ്ഞ് ഈശനെ കുളിപ്പിക്കാൻ പറഞ്ഞയച്ചു. അപ്പോൾ ഞാൻ ചായക്ക് കുറച്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഡേ കെയറിൽ വിടണ കാരണം ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും അങ്ങനെ അവനക്ക് കിട്ടാറില്ല. കൂടുതൽ മുട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സാണ് ഞാൻ കൊടുത്തയക്കുക, പിന്നെ ഉച്ചക്കാലത്തുള്ള ഭക്ഷണം. അപ്പോൾ ഞാൻ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കൊടുക്കും. അപ്പം ഞാൻ സായിൻ്റെ നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് കരുതി. കാരണം ഡേ കെയറിൽ പോകുമ്പോൾ കുട്ടികളെ മേലൊക്കെ മുറിയാവണ്ടെന്ന് കരുതി വേഗം നഖമൊക്കെ വെട്ടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ എല്ലാ ആഴ്ചയും വെട്ടി കൊടുക്കും ഞാൻ. അവൻ്റെ നഖം വേഗം വേഗം വളരുന്ന നഖമാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം വെട്ടി കൊടുക്കും. പിന്നെ അവനെ വിളിച്ചാലൊക്കെ വേഗം വന്നിരിക്കും, നഖം വെട്ടി തരാനൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്യും എനിക്ക്. അത് ചെറുപ്പം മുതലേ ഞാൻ അവനെ ശീലാക്കിയിട്ടുണ്ട് അങ്ങനെ ഇരുത്തി നഖം വെട്ടണത്. അതുകൊണ്ട് തന്നെ നഖം വെട്ടുമ്പോൾ വലിയ ബഹളമൊന്നുമില്ല. അപ്പോൾ കൈമലത്തെ നഖമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് കാണിച്ചു തരാണ്, കാലിൽ നഖം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. കാലിൽ നഖമൊന്നുമില്ല, എന്നാലും ഞാൻ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഉച്ചക്കൽക്ക് ചോറ് വെച്ചല്ലോ, ഇനിയിപ്പോൾ കറി വെക്കണം. കറി ഞാൻ മുരിങ്ങാക്കോല് കറി വെക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ വിഷു ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഓഫർ വെജിറ്റബിൾസിനുണ്ട്. അങ്ങനെ ഞാൻ മുരിങ്ങാക്കോല് വാങ്ങിയതാണ്. അപ്പോൾ അത് പരിപ്പിട്ടിട്ട് കറി വെക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെക്കാമെന്ന് കരുതി.
അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡ് അടിയും എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. അറിയാതെ ഉറങ്ങിപ്പോയതാണ്. സാധാരണ ഞാനങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ജായിനെ ഉറക്കാൻ വേണ്ടി കിടന്നതാണ്, പക്ഷെ അറിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയി എണീക്കുമ്പോൾ. ഞാനിന്ന് പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വൈകുന്നേരം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഉറക്കം അതിനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ ടൈം അങ്ങനെ കുറേ വേസ്റ്റായിപ്പോയി. അപ്പോൾ ഏതായാലും ചായക്ക് കുറച്ച് പാലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്കും വിശക്കും. ഞങ്ങൾ കോഫി ഉണ്ടാക്കി കുടിച്ചു. ഞങ്ങൾക്ക് അത് തന്നെ കഴിച്ചപ്പോൾ പിന്നെ വയറ് നിറഞ്ഞു. ചായക്ക് കുറച്ച് പാലുണ്ടായിരുന്നു, പാലും എടുക്കാൻ നിർത്തി. പിന്നെ പഴമുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് പഴം കഴിച്ചൊന്നുമില്ല. ഞങ്ങളായിരുന്നു ബാക്കി കഴിച്ചത്. ഞാൻ സാധാരണ അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഉറങ്ങാറില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു മടി പോലെയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ഉഷാറില്ലാത്ത പോലെയാണ്. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം ഉറങ്ങുന്നത് വലിയ ഇഷ്ടമല്ല. പിന്നെ തടിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഉറങ്ങുമൊന്നുമില്ല വൈകുന്നേരം. ഇന്നെന്തോ ക്ഷീണത്തിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ ചായക്ക് വേണ്ട പാലൊക്കെ ഞാൻ കൊടുത്തിട്ട് രാത്രി ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അത് കട്ട് ചെയ്തിട്ട് വേണം കറി ഉണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇന്ന് രാത്രി ചിക്കൻ കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ കറി റെഡിയാക്കി ഇനി ചപ്പാത്തി ചുടണം. അങ്ങനെ ചപ്പാത്തിയും ഒക്കെ ചുട്ട് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിന്ന് കിടക്കും. കാരണം രാവിലെ നേരത്തെ എണീക്കണം. നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് വേഗം എണീറ്റ് ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റാൽ പിന്നെ മക്കൾക്ക് വേണ്ട ഉച്ചക്കൽക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഉച്ചകൾക്ക് വേണ്ടത്, രാവിലേക്ക് വേണ്ടത്, അങ്ങനെ എല്ലാതും രാവിലെ ഉണ്ടാക്കി വെക്കും. കറി എന്തായാലും ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയ കാരണം നാളേക്ക് കറി ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കുറച്ച് ആദ്യമേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാറാണ്. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഞങ്ങൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എണീറ്റാൽ വീണ്ടും പഴയ റൂട്ടീൻ തന്നെയാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച ഉള്ള അതേ സെയിം റൂട്ടീനായിരിക്കും. രാവിലെ എണീക്കുക, ഡ്യൂട്ടിക്ക് പോവുക, വൈകുന്നേരം വരിക. ഇതാണ് ഇനി എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാനത് മനസ്സുകൊണ്ട് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇത് തന്നെയാണ് ഇനി എൻ്റെ ലൈഫ്, ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.